9 ചെറിയ കഥകളിലൂടെ നമ്മൾ കണ്ടുമറന്നതോ അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെയല്ലേ, അതുമല്ലെങ്കിൽ എനിക്കിവരെ അറിയാമല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന വിധം സ്ത്രീകളുടെ കഥ പറയുന്നു കാളി എന്ന പുസ്തകത്തിലൂടെ നമുക്കേറെ പ്രിയപ്പെട്ട അശ്വതി ശ്രീകാന്ത്. സ്നേഹത്തിൻ്റെയും കടമയുടെ പേരിലും സമൂഹത്തിൻ്റെ ചിത്തവട്ടങ്ങൾക്കിടയിൽപ്പെട്ട് സ്വന്തം ഇഷ്ടങ്ങൾ പോലും മറന്നു തുടങ്ങിയിരിക്കുന്നു ആനിയമ്മ. കുറച്ച് വൈകിയാണെങ്കിലും കൊക്കൂൺ തുറന്ന് ആകാശം വരെ ആനിയമ്മ പറക്കട്ടെ. നിറമില്ലായ്മ എന്നും ഒരു പ്രശ്നമാണെന്ന് രശ്മിയെപ്പോലെ ഓർമ്മപ്പെടുത്തുന്ന എത്രയോ പേരെ നമ്മൾക്കറിയാം. രശ്മിയുടെ നിറത്തിനപ്പുറം അവളുടെ മനസ്സ് കാണാൻ എന്തെങ്കിലും സുനിലിന് പറ്റുമോ? കുടുംബത്തിൻ്റെ സകലമാന ഭാരവും പേറി സാവിത്രിയെപ്പോലെ എത്രയോ പേർ നമുക്ക് ചുറ്റും. അച്ഛനമ്മമാരുടെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ ഒന്നും പറയാനാവാതെ എത്രയോ മക്കൾ. ചോദ്യചിഹ്നം പോലെ ചിത്രയുടെ കഥ, സത്യമേത് സ്വപ്നമേതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ. ഒരാളെ നിരുപാധികം നിബന്ധനകൾ ഏതുമില്ലാതെ സ്നേഹിക്കാനും അവരുടെ ജീവിതത്തിൽ നിന്ന് പരാതികളൊന്നുമില്ലാതെ പടിയിറങ്ങാനും പഠിപ്പിക്കുന്നു ചന്ദ്ര. ഒരു ടോക്സിക് പ്രണയത്തിൽ നിന്നും റിക്കവറായി ടൈം എടുത്ത് മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോയ താരെ അറിഞ്ഞു കണ്ടതൊന്നുമല്ല, അതിലും വലിയ അപകടം അടുത്തതിൽ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. ഓവർ തിങ്കിങ്ങിൻ്റെ കാട് കയറുന്ന വീണ വല്ലാത്തൊരവസ്ഥയാണത്. ചരട് പൊട്ടിയ പട്ടം പോലെ അതിങ്ങനെ പിടിതരാതെ പാറി നടക്കും. വീണയെ ചേർത്ത് നിർത്താൻ എന്നും വിവേകനാവട്ടെ. ഇവിടെ തന്നെ ശാന്തി എന്ന പെൺകരുത്തിൻ്റെ കഥ കൂടി എഴുത്തുകാരി മനോഹരമായി പറഞ്ഞു വെക്കുന്നു. ചുറ്റുമുള്ളതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുന്ന അമ്പിളി എത്രയൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും, എത്ര അടുത്ത ആളാണെന്ന് പറഞ്ഞാലും, സജിതയെ പോലെ പിടിതരാതെ എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. 9 കഥകൾ, 9 വ്യത്യസ്ത പെൺഭാവങ്ങൾ. കഥകളെല്ലാം ഒന്നിനൊന്നു മെച്ചം. ലളിതമായ ഭാഷയും അവതരണവും, എന്തുകൊണ്ടും അനുയോജ്യമായ പേര് തന്നെ കാളി. വായിച്ചവർ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയുമല്ലോ. അല്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. താങ്ക് യു.